നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി ക്ഷേത്ര ദർശനം നടത്തി വരികയാണ് UDFന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കുന്ന കെ മുരളീധരൻ. എവിടെയൊക്കെ പോയി രാവിലെ? കാലത്ത് ഗണപതി അമ്പലം, പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീകണ്ഠേശ്വരം, ഇനി ആറ്റുകാൽ ക്ഷേത്രം കൂടെ പോകാനുണ്ട്. അപ്പോ ഗണപതി അമ്പലത്തിൽ നാളികേരമൊക്കെ അടിച്ചു, തേങ്ങയൊക്കെ അടിച്ച് എല്ലാം നല്ല ശുഭകരമാണ്. അപ്പോ നാമനിർദ്ദേശ പത്രിക അല്പസമയത്തിനകം കൊടുക്കും, 11:30-ക്കുള്ളിൽ കൊടുക്കും. വട്ടിയൂർക്കാവ് മണ്ഡലം വലിയ സജീവമായി ചർച്ചയിൽ നിൽക്കുകയാണ്. എന്താണ് മണ്ഡലത്തിൽ നിലവിലെ ഒരു സാഹചര്യം? മണ്ഡലം ഒരിക്കലും എന്നെ കൈവിടില്ല, എനിക്ക് 100% വിശ്വാസം. മണ്ഡലത്തിന് പ്രിയപ്പെട്ടവനാണ് തീർച്ചയായിട്ടും, അന്നും ഇന്നും എന്നും ഉണ്ടാവും. ഈ പറയുന്നത് പോലെ ഒരു ത്രികോണ മത്സരം മണ്ഡലത്തിലുണ്ടോ? അല്ല, എല്ലാവരും അവരവരുടെ ശക്തി പ്രകടിപ്പിക്കാൻ നോക്കുമല്ലോ. ഏതായാലും UDF ഇക്കാര്യത്തിൽ വളരെ ശുഭാപ്തി വിശ്വാസമാണ്. ഞങ്ങൾ ഒന്നാം സ്ഥാനത്ത് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മത്സരം ആരൊക്കെ തമ്മിലാണ് എന്നൊരു ചിത്രമൊക്കെ നമ്മുടെ വിലയിരുത്തലുണ്ട്. അത് പറയാൻ നിവർത്തിയില്ല, ത്രികോണ പോരാണ്. അതുകൊണ്ട് തന്നെ ആർക്കും കയറി വരാം, ഇറങ്ങിപ്പോവാം. ഏതായാലും UDF ഒന്നാം സ്ഥാനത്ത് വരും, അത് മാത്രം ഉറപ്പാണ്. LDF സ്ഥാനാർത്ഥി പറഞ്ഞത് ത്രികോണ മത്സരം ഇല്ല, UDF LDF തമ്മിലാണ് മത്സരം എന്നാണ്. പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് കാണുന്നത്. പക്ഷേ BJPക്ക് ഒരു സൈലന്റ് വർക്കൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ കാണണം ഇലക്ഷനിൽ. കാരണം കഴിഞ്ഞ കോർപ്പറേഷനിൽ ആരും 50 സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ചില്ലല്ലോ. അപ്പോൾ അവരുടെ ഒരു വർക്കുണ്ട്, അതിനെയും കൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് UDF എന്തായാലും ഒന്നാം സ്ഥാനത്ത് വരും. ഈ പറയുന്നത് പോലെയുള്ള അധിക സമയമൊന്നും ഇല്ല, നമുക്കിനി ഓടി തീർക്കാൻ കഴിയുമോ? അത് ബാധിച്ചിട്ടില്ല, കാരണം എനിക്ക് ഇവിടെ ബന്ധമുണ്ട് വർഷങ്ങളായിട്ട്, അതുകൊണ്ട് എന്നെ ബാധിച്ചില്ല. പക്ഷേ പുതിയ സ്ഥാനാർത്ഥികൾക്ക് കുറച്ച് പ്രശ്നമാവും. ഈ കോൺഗ്രസിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, എല്ലാം പരിഹരിച്ച് ഒത്തൊരുമയോടെ പോവുകയാണ്. 26-ാം തീയതി കഴിഞ്ഞാൽ ഒറ്റ സ്ഥാനാർത്ഥിയെ കാണും, ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരാളെ കാണും. അപ്പോ നമുക്ക് എത്ര സീറ്റുകൾ എന്ന രീതിയിലേക്ക് നമ്മളൊരു ധാരണയൊക്കെ ആയിട്ടുണ്ടോ? നമ്മൾ 100 എന്നുള്ള ആ സംഖ്യയിൽ നിന്നും ഒരെണ്ണം പോലും കുറയ്ക്കുന്നില്ല. സെഞ്ചുറി അടിക്കും. അപ്പോൾ ഇനി നമ്മൾ എങ്ങോട്ടേക്കാണ്? ഈ നാമനിർദ്ദേശ പത്രിക മുമ്പായിട്ട് പ്രചാരണത്തിന് ഇറങ്ങുന്ന ഒരു റൗണ്ട് അല്ല, ഇനിയിപ്പോ നേരെ ഇന്ന് നോമിനേഷൻ കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ 12:30 ഓഫീസ് ഉദ്ഘാടനമാണ്. വരും ദിവസങ്ങളിലൊക്കെ എങ്ങനെയായിരിക്കും? സജീവമായി തന്നെ മണ്ഡലത്തിലുണ്ട്, ഇവിടെ തന്നെയുണ്ട്. അത്തരത്തിൽ മണ്ഡലത്തിൽ ത്രികോണപ്പോരുണ്ട് എന്നതാണ് കെ മുരളീധരൻ നമ്മോട് വ്യക്തമാക്കുന്നത്. എന്നാൽ പോലും UDFനെ കൈവിടാത്ത, UDFന് പ്രിയപ്പെട്ട മണ്ഡലമാണ് എന്നുകൂടി അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദകിഷോറിന്റെ റിപ്പോർട്ടർ ഗോപാൽ ശീലാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.